വാർത്തകൾ വിശദമായി പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. രാവിലെ 11 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് സമ്മേളനം നടക്കുക. ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കും. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 1 ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം, കേന്ദ്ര ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നത്. നിലവിൽ നിയമസഭാ സമ്മേളനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നത്. ഇക്കുറി 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 2 തീയതി വരെ നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനമാണ് ഉണ്ടാവുക. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് ബജറ്റ് സമ്മേളനം, പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. 11 മണിക്കായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. രാഷ്ട്രപതി എല്ലാ വർഷത്തെയും പോലെ ചില ചടങ്ങുകളോടുകൂടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറപ്പെടുകയും അതിനുശേഷം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും, അതായത് ലോക്സഭയെയും രാജ്യസഭയെയും സംയുക്തമായി അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ പിന്നീട് ചർച്ചയും ഉണ്ടാകും. എന്തായാലും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരിക്കും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാവുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ഇതിനു മുൻപും ഇതിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന അവസരമായതിനാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഇത്തവണത്തെ വികസന പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാവുക. നേരത്തെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തെ വല്ലാതെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗങ്ങളായിരുന്നു എന്നതിൽ ശശി തരൂർ അടക്കമുള്ള MP-മാർ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കാറുണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ മുന്നണികളും കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഇന്നലെ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. സമ്മേളനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നയരൂപീകരണ യോഗം വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും സമ്മേളനത്തിന് മുന്നോടിയായി എന്തെല്ലാം വിഷയങ്ങളാണ് സഭയിൽ ഉന്നയിക്കേണ്ടത്, പാർലമെൻറ്റിൽ എന്തെല്ലാമാണ് ചർച്ചയാക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ യോഗം ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് സഭയിൽ മറ്റ് നടപടികളൊന്നും തന്നെ ഇല്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുകയും ബജറ്റിന് മുന്നോടിയായുള്ള, കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയും ചെയ്യും. അതുമാത്രമാണ് ഇന്ന് പാർലമെൻറ്റ് സമ്മേളനത്തിലുള്ള രണ്ട് നടപടികൾ. മറ്റ് നടപടികളൊന്നും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ അനുശോചനം, അതുപോലെ ഈ ഒരു കാലയളവിൽ മരിച്ച വ്യക്തിത്വങ്ങൾക്ക് അനുശോചനം കൂടി അറിയിക്കുന്നതോടുകൂടി ഇന്നത്തെ പാർലമെൻറ്റ് നടപടികൾ പൂർത്തിയാകും. ഫെബ്രുവരി 1 ആണ്, അതായത് ഈ വരുന്ന ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് മുന്നോടിയായി 29 തീയതി, അതായത് നാളെ ചീഫ് എക്കണോമിക് ഓഫീസറായിട്ടുള്ള അനന്ത നാഗേശ്വരൻ ഈ സാമ്പത്തിക വർഷത്തെ എക്കണോമിക് സർവേ റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിക്കും. ഈ എന്തെല്ലാം പദ്ധതികളായിരിക്കും ഉണ്ടാവുക എന്നതിന് തൊട്ട് മുൻപായി ഒരു വരവ് ചെലവ് കണക്കെല്ലാം മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു സാമ്പത്തിക അവലോകനമാണ് ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നാളെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. അതിനുശേഷം 1 തീയതി ആയിരിക്കും ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപൂർവ നേട്ടമാണ്. തുടർച്ചയായി 9ാം തവണയാണ് അവർ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിനു മുൻപും 10 തവണ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിലും അതിനിടയിൽ ആദ്യ 6 വർഷവും പിന്നീട് 4 വർഷവുമായാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ തുടർച്ചയായി 9 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ കേന്ദ്ര ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 ബജറ്റോടുകൂടി മാറും എന്നൊരു നേട്ടം കൂടി ഇക്കുറി ബജറ്റ് അവതരണത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുണ്ട്.
ശരി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭയും അഭിസംബോധന ചെയ്യും. രാവിലെ 11 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് സമ്മേളനം നടക്കുക. ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കും. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.